ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലോയാണ്, കോർപ്പറേറ്റ് ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കമ്പനീസ് ആക്ട് റെഫർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പ്രിലിമിനറി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ICAD സ്റ്റഡി മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ICAD സ്റ്റഡി മെറ്റീരിയൽ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകുമ്പം കുറേ കൂടി ഈസി ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പം എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ICAD സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് കമ്പനീസ് ആക്ട് 2013 ചാപ്റ്റർ 1 പ്രിലിമിനറിയാണ് നമ്മൾ നോക്കുന്നത്. പ്രിലിമിനറി ചാപ്റ്റർ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്, അതുപോലെ ആപ്ലിക്കേഷൻ, അതുപോലെ ഡെഫിനിഷൻസ്, ഇത്രയും പാറ്റേണാണ് ഇതിനകത്ത് ബേസിക്കലി ചേർന്നിരിക്കുന്നത്. ഈ 3 കണ്ടൻറ്റും കൂടാണ് പ്രധാനമായിട്ടും ഈ പ്രിലിമിനറി ചാപ്റ്ററിനകത്ത് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. The Companies Act 2013 is an act to consolidate and amend the law relating to companies. The legislation was necessary to meet changes in the national and international economic environment and for expansion and growth of economy of our country. ആക്ച്വലി ഞാനിത് ജസ്റ്റ് വായിച്ചു എന്നേ ഉള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ സംഭവം ഇല്ല. നോർമൽ എക്സ്പ്ലനേഷൻ തരത്തക്ക വിധത്തിൽ പോവാം. അപ്പം ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് 2013 വന്നത്, എന്തുകൊണ്ടാണ്? അതിന് മുമ്പ് നമുക്കറിയാം പ്രീവിയസ് കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് 2013 ഒരു കമ്പനീസ് ആക്ട് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ എക്സ്പാൻഷനും ഗ്രോത്തുമായിട്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണലിലായാലും ഒരു ഇൻ്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഒരു വലിയ വൈഡ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസിന് അനുസൃതമായിട്ട് നമ്മുടെ എക്കണോമി മാറിയില്ലെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണലി എന്തോ ചെയ്യും, നമ്മുടെ കൺട്രി എന്തോ ചെയ്യും, ബാക്കൗട്ടായി പോകും. അപ്പം ഇൻ്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ലെജിസ്ലേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കും എന്തുവാണ് ഒരു നിയമനിർമ്മാണം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അതിനനുസൃതമായിട്ട് നമ്മുടെ കമ്പനീസ് ആക്റ്റും എന്തോ ചെയ്തത്, റിവൈസ് ചെയ്തത്. അങ്ങനെയാണ് കമ്പനീസ് ആക്ട് 2013 നിലവിൽ വന്നത്. അപ്പം നമുക്ക് കാലാനുസൃതമായിട്ട് പല കാര്യങ്ങളെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് നിലവിൽ വന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് ഈ ആക്ട് നിലവിൽ വരുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ കമ്പനീസ് ആക്ട് 2013 received the assent of the Honorable President of India on 29th August 2013 and was notified in the official gazette on 30th August 2013 for public information, stating that different dates may be appointed for enforcement of different provision of the Act 2013 through notification. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇവിടെ എന്ത് നിയമം വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഓണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അസൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമത്തിന് സാധ്യതയുള്ളൂ, ആ നിയമം നിലവിൽ വരത്തുള്ളൂ. അപ്പം നമുക്കറിയാം ഇതെങ്ങനെയാണ്. ബില്ല് അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് രണ്ടിലും, അതുപോലെ തന്നെ നിയമസഭയിലും ലോക്സഭയിലും ഇത് രണ്ടിടത്തും പാസ്സാവണം. അതിനുശേഷം ബില്ല് എവിടെ ചെല്ലുന്നു? പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കൂടെ ആകുമ്പോഴത്തേനാണ് ബില്ല് ആക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ദ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അസൻറ്റ് എന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 2013 29th പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടിയത്. അത് 30th August 2013 നമ്മുടെ ഒഫീഷ്യൽ ഗസറ്റിലൂടെ അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രങ്ങളിലൂടെ അതൊക്കെ അത് നോട്ടിഫൈ ചെയ്തു. അപ്പം ആ പബ്ലിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നത്, അങ്ങനെയാണ് അതിൻ്റെ രീതി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊവിഷൻസുകളെല്ലാം
അതായത് എല്ലാം ഒന്നും ആയിട്ടില്ല, കുറേശ്ശെയൊക്കെ ഉള്ള ഡിഫറെൻറ്റ് പ്രൊവിഷൻ അതാത് സമയത്തുള്ള നോട്ടിഫിക്കേഷനിലൂടെയാണ് ഗവൺമെൻറ് എന്തോ ചെയ്തത്, അത് സർക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. അപ്പോൾ സെക്ഷൻ 1 കം ഇൻ ടു ഫോഴ്സ് ഓൺ 30th August 2013 ഓഗസ്റ്റ് 30 തന്നെയാണ് സെക്ഷൻ 1 വന്നത്. അപ്പോൾ കാരണം അത് ടൈറ്റിലാണല്ലോ ആദ്യം. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഒഫീഷ്യൽ ഗസറ്റിലൂടെ 30th August 2013 ഒഫീഷ്യൽ ഗസറ്റിലൂടെ നോട്ടിഫൈ ചെയ്ത് പബ്ലിക്. അപ്പം എന്താണ് ഈ ആക്ട് എന്ന് പറയുന്നത്? അപ്പോൾ സെക്ഷൻ 1 ആണ് ഏതൊരു ആക്ടിനും എന്താണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സെയിം ഡേറ്റിൽ തന്നെ നിലവിൽ വന്നു. പിന്നെ 98 സെക്ഷൻ, പിന്നെയുള്ള 98 സെക്ഷൻസ് എന്ന് പറയുന്നത് 2013 സെപ്റ്റംബർ 12 വരുന്നത്. അതുപോലെ തന്നെ 143 സെക്ഷൻ വെയർ എൻഫോഴ്സ്ഡ് ഫ്രം 1st April 2014 ആൻഡ് സോ ഓൺ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പല സെക്ഷൻസുകളും നമ്മുടെ നിലവിൽ വരുന്നത്. The Companies Act 2013 is rule based registration with 470 section. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 470 സെക്ഷൻ ഉണ്ട്. ഈ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് 470 സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 7 ഷെഡ്യൂൾസ്. അപ്പം 470 സെക്ഷൻ ആൻഡ് 7 ഷെഡ്യൂൾസ് ഇതും കൂടി ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ഈ ആക്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യിക്കുന്ന 29 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള അതിനകത്തുള്ളൊരു. അപ്പം നമ്മുടെ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് കണ്ടെയ്ൻ 470 sections and 7 schedules and each entire act has been divided into 29 chapters. 29 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈച്ച് ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിലും അറ്റ്ലീസ്റ്റ് 1 സെറ്റ് ഓഫ് റൂൾസുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കമ്പനീസ് ആക്ട് 2013 എയിംസ് ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് ഗവർണൻസ്, സിംപ്ലിഫൈ റെഗുലേഷൻ ആൻഡ് സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ദസ് ദിസ് എനാക്ട്മെൻറ്റ് മേക്സ് അവർ കോർപ്പറേറ്റ് റെഗുലേഷൻസ് മോർ കണ്ടംപററി. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഞാൻ മേളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആക്റ്റുകൾ എന്തുകൊണ്ടാണ് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആധുനിക സമയത്തുള്ള പല റിക്വയർമെൻറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ടതിന് ഈ ആക്ട് കൂടിയേ തീരുമായിരുന്നു. അതുപോലെ തന്നെ ഈ ബേസിക്കലി നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് കുറച്ചും കൂടെ ഈടായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ എക്കണോമിയിൽ ഒരു കമ്പനിയുടെ ജനനവും കമ്പനിയുടെ മരണവും വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബർത്ത് ഓർ ഡെത്ത് ഓഫ് എ കമ്പനി. മരണം എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇല്ലാതാകുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടും നമ്മുടെ നാഷണൽ എക്കണോമിയെ വൈഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു കമ്പനി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ കമ്പനി ഹാസ് ക്രിയേറ്റഡ് മോർ ഓപ്പർച്യൂണിറ്റീസ്, മീൻസ് ജോബ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഒരുപാട് പേർക്ക് അതിൽ തൊഴിലുണ്ടാകും. അതുപോലെ തന്നെ കമ്പനി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകും, അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ തൊഴിലില്ലായ്മ ഒരു വിഷയം. അപ്പോൾ ഒരു കമ്പനി ഇവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ടുന്നതെന്ന് പറയുന്നത്, ഈ എക്കണോമി ഇവിടെ ഉണ്ടാകണമെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യകതയും കൂടിയാണ്. അപ്പം ആ കമ്പനിക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാലാനുസൃതമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് ആഡ് ചെയ്യാതെ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റ് എന്നൊരു പദം കൂടി നമുക്ക് ഇതിൻ്റെ അടുത്ത് ചേർത്ത് കൂട്ടി വായിക്കാം. പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഒരു 2 പർപ്പസാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസിനകത്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കമ്പനീസ് ആക്ട് 2013 ഉണ്ടായത്? അതിൻ്റെ പർപ്പസ് 2. പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ക്രെഡിറ്റർ. ഇപ്പോൾ 2 പേർക്കും അതുണ്ടാകണം. ആർക്കാ? ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റർ ആൻഡ് രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ക്രെഡിറ്റേഴ്സ്.
ഇപ്പോൾ രണ്ട് ആണ് നമുക്ക് ഇവിടുത്തെ രണ്ട് പർപ്പസാണ് ഇതിനകത്തുണ്ടാകുന്നത്. നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ്: പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ക്രെഡിറ്റർ. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം ഈ നിയമം, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം നിയമം. സോ ആ ബേസിസിലാണ് ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 നിലവിൽ വന്നതും അതിൻ്റെ എയിം എന്താണെന്നും ആണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത്. ഇനി നമുക്ക് പറയാമല്ലോ, സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരും ഈ കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്. അപ്പം സെക്ഷൻ 1 ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. എല്ലാ നിയമങ്ങളുടെയും സെക്ഷൻ 1 എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഷോർട്ട് ടൈറ്റിലായിരിക്കും. അപ്പം സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് ടൈറ്റിൽ ഓഫ് ദി ആക്ട് അക്കോർഡിംഗ് വിച്ച് ദിസ് ആക്ട് മേ ബി കാൾഡ് ആസ് ആൻ കമ്പനീസ് ആക്ട് 2013. അപ്പം ഈ സെക്ഷൻ 1 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 എന്നാണ് ഈ ആക്ടിൻ്റെ പേര് എന്നാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 1 പറയുന്നത് അത്രയേ ഉള്ളൂ, അതിൻ്റെ പേര് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ എക്സ്റ്റെൻഡ് ടു ദ ആപ്ലിക്കബിലിറ്റി ആക്ട്. ഈ ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഷാൾ എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. അപ്പം ഇത് ഇന്ത്യ മുഴുവനും ഈ നിയമം എന്ന് പറയുന്നത് ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ദി സെക്ഷൻ ആൾസോ സ്പെസിഫൈ ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. ഈ സെക്ഷന് ഈ ആക്ട് എന്ന നിലവിൽ വന്നതും കമൻസ്മെൻറ്റും ഒക്കെ ഉണ്ട്, അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് അക്കോർഡിംഗ്ലി ദിസ് സെക്ഷൻ ഷാൾ കം ഇൻ ടു ഫോഴ്സ് അറ്റ് വൺസ് ആൻഡ് ദ റിമൈനിങ് പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഷാൾ came into force on such a date as the central government may by notification in the official gazette appoint at different dates may be appointed for different provision of this act and may reference in any provision of the commencement of the act shall be construed as a reference to the coming into force. ഇത് പ്രത്യേകിച്ച് അതിനകത്ത് പറയാനില്ല. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നിയമം ഒൺസ് ആദ്യം സെക്ഷൻ 1 നിലവിൽ വന്നു, പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 98 സെക്ഷൻ വന്നു, പിന്നെ ഒരു 145 സെക്ഷൻസ് വന്നു, അങ്ങനെ പല ഡേറ്റുകളിൽ വന്നു. പിന്നെ ഒഫീഷ്യൽ ഗസറ്റിലൂടെയാണ് അത് നോട്ടിഫൈ ചെയ്തത് പബ്ലിക്കിലേക്ക്. പിന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കി. അങ്ങനെ വന്നതിനെ പറ്റി ബേസ് ചെയ്തെല്ലാം ഇതിനകത്തുണ്ട്, സെക്ഷൻ 1 എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദിസ് സെക്ഷൻ furthermore states the applicability of this provision of this act shall apply to. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്, അതും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി law. അപ്പോൾ അതാണ്ട് ഇത് കണ്ടോ, കമ്പനീസ് ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ ദിസ് ആക്ട് മീൻസ് കമ്പനീസ് ആക്ട് 2013, അതും അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. എനി പ്രീവിയസ് കമ്പനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് അതിന് മുന്നേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കിപ്പം ഈ കമ്പനീസ് ആക്ട് ഉണ്ടാകുന്നതിന് മുന്നേയും ഫോം ചെയ്ത കമ്പനീസുകളുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലൊക്കെയുള്ള കമ്പനികളൊക്കെ ചാർട്ടർ നിയമപ്രകാരമൊക്കെ പണ്ടേ ഉള്ളതായിരുന്നു. അപ്പം അതുപോലെ തന്നെ വർഷങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ആപ്ലിക്കബിൾ അല്ല, അവരൊക്കെ മുന്നേ ഉണ്ട്. അത് ഇത് ആപ്ലിക്കബിൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ആപ്ലിക്കബിൾ ആണ് ഈ നിയമം. അപ്പം പ്രീവിയസ് കമ്പനി ലോ വെച്ചിട്ട് പിന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾക്കും അതുപോലെ തന്നെ ഈ ആക്ടിനുള്ളതും എല്ലാത്തിനും ഈ 2013 കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ബാധകമാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ഇൻഷുറൻസ് കമ്പനീസ് എക്സെപ്റ്റ് ഇൻ സോഫാർ. ഈ എക്സെപ്റ്റ് എന്ന വേർഡുകൾ നമ്മളൊന്ന് റെഡ് ലൈൻ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനീസ് എക്സെപ്റ്റ് ഇൻ സോഫാർ ആസ് the said provisions are inconsistent with the provisions of the Insurance Act 1938 or the Insurance Regulatory and Development Authority Act 1999. അപ്പം ഇത് നിയമം ഇൻഷുറൻസ് കമ്പനീസിനും ബാധകമാണ്. എക്സെപ്റ്റ് എന്തുവാണ്, ഇൻ സോ ഫാർ ആസ് ദ സെറ്റ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റൻ്റ് എന്ന വേർഡും നമുക്കൊരു റെഡി കൊടുക്കാം. അപ്പം ഒഴികെ ഇൻഷുറൻസ് കമ്പനീസിന് ബാധകമാണ്. എന്തൊഴികെ, in so far as said provisions are inconsistent with the provisions of the Insurance Act 1938 or the Insurance Regulatory and Development Authority Act 1999. അതായത് നമ്മുടെ ഈ കമ്പനീസ് ആക്ട് 2013 അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്ട് 1938 ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999. അപ്പോൾ ഈ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഒരു പ്രൊവിഷൻസ് പറഞ്ഞു എന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു ടേമിനെ പറ്റി അവിടെ ഒരു നിയമം പറഞ്ഞു. അതേ കാര്യത്തിൽ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആക്റ്റിലും പറഞ്ഞു എന്ന് വെച്ചോ.
അപ്പം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പം കാരണം ഇൻകൺസിസ്റ്റൻ്റ് ആയില്ല. അപ്പം നമുക്കൊരു സംശയം വരും, ഏത് നിയമം എടുക്കും. കാരണം കമ്പനീസ് ആക്റ്റിലും ഒരു കാര്യം പറഞ്ഞു, അതേ കാര്യം തന്നെ ഇൻഷുറൻസ് ആക്റ്റിൽ വേറെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനീസിനെ ബേസ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് ആക്ട് ഉണ്ട്. അപ്പം അവിടെ എന്താണ് നിയമമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ സെഡ് ആക്ട് പ്രിവെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തുള്ള ആക്ട് എന്താണോ പറയുന്നത് അതാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പേരിൽ വരുമ്പം ഇൻഷുറൻസ് ആക്ടിനകത്ത് എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ടിൽ എന്താണോ പറയുന്നത് അതായിരിക്കും പ്രിവൈൽ ചെയ്യുന്നത്, അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻഷുറൻസ് ആക്ടിലും ഒരു കാര്യം തന്നെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ആക്ടിൽ എന്താണോ പറഞ്ഞത് അത് മാത്രമേ എടുക്കത്തുള്ളൂ, കമ്പനീസ് ആക്ടിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ നിയമം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസിൻ്റെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്തെങ്കിലും ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ് കമ്പനീസിന് എടുക്കത്തുള്ളൂ, അതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ കമ്പനീസ് എൻഗേജ്ഡ് ഇൻ ദ ജനറേഷൻ ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 എന്താണോ പറയുന്നത് അതേ എടുക്കത്തുള്ളൂ. ഇവിടെ നിയമം പറയുന്നതിന് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ മാത്രം, എല്ലാ എങ്കിലും കമ്പനീസ് ആക്ട് ആയിരിക്കും അതിനും ബാധകം. ഇനി അതുപോലെ തന്നെ വേറെ ഏത് കമ്പനി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ആക്ടിനകത്ത് എന്താണോ പറയുന്നത് അതും കമ്പനീസ് ആക്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ മാത്രം ആ സ്പെഷ്യൽ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും എടുക്കുന്നത്, കമ്പനീസ് ആക്റ്റിൽ പറയുന്നത് എടുക്കത്തില്ല. അല്ല എങ്കിൽ എല്ലാവർക്കും കമ്പനീസ് ആക്ട് ബാധകമാണ്. ഇനി സച്ച് ബോഡി ഇൻകോർപ്പറേറ്റഡ് ബൈ എനി ആക്ട് ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് ആസ് എ സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ഓഫ് സ്പെഷ്യൽ. അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ബൈ ഉണ്ടാവുകയോ, അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയുടെയും കൂടെ ചേരുന്നത്, ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബൈ നോട്ടിഫിക്കേഷനിലൂടെ എന്തെങ്കിലും കമ്പനികൾ ഫോം ചെയ്യുകയോ അങ്ങനെയൊക്കെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അതുമെല്ലാം എന്താ പറയുന്നത് അതിനെല്ലാം ബാധകമാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സാധനമാണ് ഈ എഴുതിയിരിക്കുന്നത്. എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ഷാൾ മീൻസ് എക്സ്ക്ലൂഡിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദാറ്റ് ഈസ് ഇഫ് എനി പ്രൊവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് എനി ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. കണ്ടോ, കമ്പനി ഷാൾ വിത്ത് പ്രൊവിഷൻ ഓഫ് റെസ്പെക്റ്റീവ് ആക്ട് വിച്ച് ഈസ് ഗിവൻഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്റ്റുമായിട്ട് ഈ പറയുന്ന ഇൻഷുറൻസ് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇലക്ട്രിസിറ്റി ആക്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആക്ടുകളിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇൻകൺസിസ്റ്റൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ടുകൾ, അതായത് ഇൻഷുറൻസ് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ, ഇലക്ട്രിസിറ്റി ആക്ടുകൾ എന്താണോ അതാത് ആക്റ്റുമായിട്ട് ഫോം ചെയ്ത കമ്പനീസിന് പറയുന്ന നിയമം അതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ അനുസരിക്കത്തുള്ളൂ. കമ്പനീസ് ആക്ട് ആ സമയത്ത് എന്താ പറയുന്നത് എടുക്കത്തില്ല, കമ്പനീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ എടുക്കത്തില്ല. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ 2 ABC ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് 1972 അണ്ടർ ദ കമ്പനി 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ABC ലിമിറ്റഡ് ഫോം ചെയ്ത്. എന്നാലും ABC ലിമിറ്റഡ് ഈ കമ്പനീസ് ആക്ട് 2013 ആപ്ലിക്കബിൾ ആണ്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, പ്രീവിയസ് കമ്പനി ലോയിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് കണ്ടത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നതാണ് എൻ്റെ ടൈറ്റിൽ. ഇത് എവിടെയൊക്കെ ബാധകമാണ്? ഹോൾ ഓഫ് ഇന്ത്യ ആണ്. അപ്പം സെക്ഷൻ 1 എന്ന് പറയുന്നത് ആദ്യം വന്നു, പിന്നെ അത് കഴിഞ്ഞ് റിമൈനിങ് പ്രൊവിഷൻസ് പല ഡേറ്റുകളിൽ നോട്ടിഫിക്കേഷനിലൂടെ നിലവിൽ വന്നു. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? കമ്പനീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കമ്പനീസ് ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ലോ ഓർ ദ പ്രീവിയസ് കമ്പനീസ് ലോയോ, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്കിങ്, പിന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ സ്പെഷ്യൽ ആക്ട്, അതുപോലെ തന്നെ എൻറ്റിറ്റീസ് ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന എൻറ്റിറ്റീസുകൾ, ഇതൊക്കെയാണ് ഈ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് ആപ്ലിക്കബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ
സെക്ഷൻ 2 എന്ന് പറയുന്നത് ഈ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന സെക്ഷൻ 2 എന്ന് പറയുന്നത് ഈ എന്തൊക്കെയാണ് എന്ത് ടെർമിനോളജീസാണ് നമ്മൾ ഈ ആക്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുറേ പദങ്ങളുണ്ട്. അപ്പോൾ ആ പദങ്ങൾക്ക് എന്താണ് അർത്ഥം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ള ഡെഫിനിഷൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ അർത്ഥം. അതിനു വേണ്ടി നമ്മൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. എന്താണോ ആക്ട്, ഇപ്പോൾ കമ്പനീസിലുള്ള പല പദങ്ങൾക്കും ആ ആക്റ്റിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട്. ആ എക്സ്പ്ലനേഷനാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ സപ്പോസ് ഇതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കോർഡിംഗ് ടു ഇതുപോലെ തന്നെ ഇതൊന്ന് പറയാം. ആൾസോ അക്കോർഡിംഗ് ടു ക്ലോസ് 95 ഓഫ് സെക്ഷൻ 2, സെക്ഷൻ 2 ക്ലോസ് 95 പറയുന്നത് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ്ഡ് ആൻഡ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഏതെങ്കിലും വേർഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്രഷൻസോ ഈ ആക്റ്റിൽ പറയുന്നില്ല എങ്കിൽ, ഈ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഇതുപോലെ തന്നെ നമ്മളുടെ സിമിലർ ആയിട്ടുള്ള ആക്റ്റുകളുണ്ടല്ലോ, അതുപോലെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേറ്റ് ആക്ട് 1950, അതുപോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് സെബി ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ സെബിയുടെ ആക്ട് 1982 ഓർ ദ ഡെപ്പോസിറ്ററി ആക്ട്സ് 1996. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്റ്റുകളിൽ എന്താണോ ഈ പറയുന്ന വേർഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻസുകളെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങ് നമ്മളിങ്ങ് എടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും വേർഡ്സിലോ എക്സ്പ്രഷനിലോ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്റ്റുകളിൽ എന്താണ് അതിനുള്ള ഡിഫിനിഷൻസ് എന്ന് നോക്കും. ആ ഡിഫിനിഷൻ എന്തായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഡെഫിനിഷൻസുകളാണ് ഇതിനകത്ത് താഴെ തന്നിരിക്കുന്നത്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി നമുക്ക് വായിക്കാനുള്ളതാണ്. എന്താ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് പോകും തോറും നമുക്കിതൊക്കെ ഓൾറെഡി നോട്ടിഫൈ ചെയ്യാം. പിന്നെ കുറച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേൾക്കാം. ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ഇൻക്ലൂഡ് ഔട്ട്സൈഡ് ആണ്. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും കൂടെ ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ ബോഡി കോർപ്പറേറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ അണ്ടർ എനി ലോയും കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, അതൊന്നും ഇതിനകത്ത് വരുന്നതല്ല. അപ്പോൾ അത് ജസ്റ്റ് ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കമ്പനി എന്താണെന്ന് കമ്പനീസ് ആക്ട് തുടങ്ങിയോണ്ട് തന്നെ ആദ്യം തന്നെ പറയാം. കമ്പനി മീൻസ് ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ഇനി പ്രീവിയസ് കമ്പനീസ് ലോ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ കമ്പനി തന്നെ 3 തരത്തിൽ നമുക്ക് ആ കമ്പനിയുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഒന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പം അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി സെക്ഷൻ 221 ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 21 ആണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വരുന്നത്. എന്താണ് ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഹാവിങ് ദ ലയബിലിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു സച്ച് എമൗണ്ട് ആസ് ദ മെമ്പേഴ്സ് മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഹിസ് ബീയിങ് വൗണ്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഗ്യാരണ്ടി തന്നിരിക്കും. അതായത് ഇപ്പോൾ ഈ കമ്പനി ഏതെങ്കിലും സമയത്ത് വൗണ്ട് അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര എമൗണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാരണ്ടി നിൽക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഗ്യാരണ്ടി നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാരണ്ടി അത് മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്ര ഗ്യാരണ്ടി നിന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും നിൽക്കും. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി നിന്ന കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടു ദ ഗ്യാരണ്ടി വരെ ഉള്ളൂ. അവരെത്രയാണോ ഗ്യാരണ്ടി നിന്ന് അത്ര എമൗണ്ട് വരെ ഉള്ളൂ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത് സെക്ഷൻ 222 സെക്ഷൻ 222 ആണ്
കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നമുക്കറിയാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഹാവ് ഇൻ ദ ലൈബിലിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് ഇഫ് ഈസ് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദിൻ. ഇപ്പം 10 രൂപയുടെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൾ ചെയ്തിരിക്കുന്നത് 8 രൂപയ്ക്കുള്ളതേ ആയുള്ളെങ്കിൽ 2 രൂപ അവർ ഇനി എന്തോ ചെയ്യുന്നത്, ഇതുവരെയും കമ്പനി കോൾ ചെയ്തിട്ടില്ല, അൺപെയ്ഡ് ആണ്, തിരിച്ച് കിട്ടാനുണ്ട് എങ്കിൽ അയാളുടെ ആ ഷെയർ ഹോൾഡ് ചെയ്യുന്ന 10 രൂപയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ 8 രൂപ അടച്ചു 2 രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ ആളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ആ അടയ്ക്കാനുള്ള അൺപെയ്ഡ് എമൗണ്ടായ 2 രൂപയുടെ വരെയുള്ളൂ ആളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഷെയർ ഹോൾഡർ ഹു വാസ് പെയ്ഡ് ₹75 ഓൺ ഷെയർസ് ഫേസ് വാല്യൂ ഓഫ് ₹100 ക്യാൻ ബി കാൾഡ് അപ്പോൺ ടു പേ ദ ബാലൻസ്. ഉണ്ടാവും. അപ്പം 100 രൂപയുടെ ഒരു ഷെയർ ഹോൾഡർ 75 രൂപ കൊടുത്തെങ്കിൽ 25 രൂപ അയാൾ കൊടുക്കാനുണ്ട്. ആ ബാലൻസ് എമൗണ്ടിൻ്റെ ലൈബിലിറ്റി മാത്രമേ അയാൾക്കുള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ള കമ്പനികൾസാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, അൺലിമിറ്റഡ് കമ്പനിയാണ്. അപ്പം അൺലിമിറ്റഡ് കമ്പനി ഡെഫിനേഷൻസിൻ്റെ അത് വരുന്നുണ്ട്. അൺലിമിറ്റഡ് കമ്പനി. അപ്പോൾ അൺലിമിറ്റഡ് കമ്പനിയുടെയും സെക്ഷൻ നോക്കാമല്ലോ. സെക്ഷൻ 292 ആണ് അൺലിമിറ്റഡ് കമ്പനിയെ പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റും ഇല്ല. മെമ്പേഴ്സിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ ആക്ച്വലി അൺലിമിറ്റഡ് കമ്പനീസിന് ആരും ജോയിൻ ചെയ്യില്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾക്ക് സ്റ്റഡീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആക്ച്വലി അതങ്ങനെ സംഭവിക്കില്ല. ഒരാൾ പോലും അങ്ങനെ ആളുടെ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആളുടെ മൊത്തം ലൈബിലിറ്റിയും തീർക്കാൻ പറ്റുന്നതായിട്ടൊരു അൺലിമിറ്റഡ് ലൈബിലിറ്റി ഒന്നും ആരും എനിക്ക് തോന്നുന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ആളുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പനീസാണ് ഇപ്പം കണ്ടത്. ഇനി അതിനകത്ത് ബാക്കിയുള്ളത് പിന്നെ പറയുന്നതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത്. ഹോൾഡിംഗ് കമ്പനിയും അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനിയും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇപ്പം ഒരു റിലേഷൻ ടു 1 or more കമ്പനീസ് ഓഫ് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനീസ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ മേളിൽ 1.5 എബോവ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനികൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ആ മറ്റേ കമ്പനീനെ എന്തോ പറയുന്നത് സബ്സിഡിയറി കമ്പനി എന്നും പറയും. അപ്പം നമുക്ക് ഹോൾഡിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കതിൻ്റെ സബ്സിഡിയറി കമ്പനി എന്താണെന്ന് നോക്കാം. സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി ആ കമ്പനിയുടെ 1.5 മോർ ടോട്ടൽ വോട്ടിംഗ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ മേലുണ്ടെങ്കിൽ ആ കമ്പനി സബ്സിഡിയറി കമ്പനിയും വോട്ടിംഗ് പവറുള്ള കമ്പനി ഹോൾഡിംഗ് കമ്പനിയും ആയിരിക്കും. അതുപോലെ തന്നെ ഈ സബ്സിഡിയറി കമ്പനിക്ക് വേറെ സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിലും അതും പോലും ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിരിക്കും. അതുപോലെ തന്നെ ഈ സബ്സിഡിയറി കമ്പനിക്ക് ഓൾറെഡി ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടെന്ന് വെച്ചോ, അതിന് മേളിലൊരു ഹോൾഡിംഗ് കമ്പനി മറ്റേ കമ്പനിയെ സബ്സിഡിയറി ആക്കിയെങ്കിൽ പോലും ഈ നിലവിലുള്ള മൂന്നാമത്തെ സബ്സിഡിയറി കമ്പനിയും ആദ്യത്തെ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത് 1.5 ഓഫ് വോട്ടിംഗ് പവർ എയ്തർ ആസ് ഇറ്റ്സ് ഓൺ ഓർ ടുഗദർ വിത്ത് 1 or more ഓഫ് ഇറ്റ് സബ്സിഡിയറി കമ്പനി. ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനി, ആ എയുടെ സബ്സിഡിയറി കമ്പനിയാണ് ബിക്ക് ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട് സി എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് എയുടെയും സബ്സിഡിയറി കമ്പനി ആയിരിക്കും. കാരണം എ ഓൾറെഡി ബിയുടെ സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. സ്മോൾ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതെന്ന് പറയുന്നത് അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 50 lakh rupees, 50 ലക്ഷം റുപ്പീസിൽ കൂടാൻ പാടില്ല അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ അനുവദനീയമായ തുക എന്ന് പറയുന്നത് 10 കോടിയിൽ മേളിലേക്ക് പോകാൻ പാടില്ല. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുന്നിലത്തെ ഉള്ള ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടിയിൽ കൂടാനും പാടില്ല.
അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത് ഈ സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയുള്ള കമ്പനികളായാൽ പോലും അതിനേതെങ്കിലും ഒരു ഹോൾഡിംഗ് കമ്പനിയോ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സബ്സിഡിയറി കമ്പനിയോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കബിലിറ്റി ഉണ്ടാകത്തില്ല. കാരണം അതിനെ സ്മോൾ കമ്പനി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ സ്മോൾ കമ്പനി എന്ന് വിളിക്കത്തില്ല. അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് കമ്പനി ജസ്റ്റ് നോക്കാം. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 200 മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഷെയർസ്, അതായത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന റൈറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി തന്നെ 1 പേഴ്സൺ കമ്പനി അല്ല, 1 പേഴ്സൺ കമ്പനി ഒരാളുള്ള അത് മാറ്റി എക്സെപ്റ്റ് അതാണ്. അല്ലാതെ ഈ രണ്ട് പേര് അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സംഗതികൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെ മെമ്പർ ആവുന്നതെന്ന്. ഈ 2 അതിലധികം പേര് ജോയിൻ ചെയ്ത ഒരു ഫാമിലിയോട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരു മെമ്പറായിട്ടൊക്കെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഒരു എംപ്ലോയി ആയിട്ടിരുന്നവർ അവർക്ക് ഷെയർസ് ഉണ്ട്, പിന്നീട് അവരുടെ എംപ്ലോയിയിൽ നിന്ന് സീസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരെ ഈ മെമ്പേഴ്സ് എന്ന കാറ്റഗറിയിലേക്ക് എണ്ണത്തൊന്നുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ എണ്ണത്തില്ല, മനസ്സിലാവുന്ന ഡയറക്ടേഴ്സിനും അങ്ങനെയൊന്നുള്ളൊരു എണ്ണത്തില്ല. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി ഇതിനകത്തുള്ളത്. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്തതെല്ലാം പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ബേസിക്കലി ഈ സ്റ്റഡി മെറ്റീരിയലിൽ പ്രിലിമിനറി എന്ന സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ പിന്നീട് ഫോർദറിലെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതിനകത്ത് ടെസ്റ്റ് നോളജ് എന്ന് പറയുന്നത് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. MNP പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയാണ്, രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് 2013 പ്രകാരം ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് MNP പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 45 ലക്ഷമാണ്. അപ്പോൾ സോ അണ്ടർലൈൻ ചെയ്ത് 45 ലക്ഷം. ആൻഡ് ടേൺ ഓവർ ഓഫ് 3 crores ആണ് അതിൻ്റെ ടേൺ ഓവർ. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ സ്മോൾ കമ്പനി ആൻഡ് എക്സാമിൻ ദ ഫോളോവിങ് അക്കോർഡിംഗ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യമൊക്കെ ആയിരിക്കും സാധാരണ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വെദർ ദ MNP പ്രൈവറ്റ് ലിമിറ്റഡ് ക്യാൻ അവൈൽ ദ സ്റ്റാറ്റസ് ഓഫ് സ്മോൾ കമ്പനി. അപ്പോൾ ഈ MNP പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസിൽ പെടുത്താൻ പറ്റുമെന്ന്. അപ്പോൾ സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര? 45 lakhs ഉള്ളൂ എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിൽ കൂടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്ലോസ് ഓക്കെ ആയി. രണ്ടാമത്തെന്ന് പറയുന്നത് അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 3 crores ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 3 crores ആണ്. അപ്പം ആക്ച്വലി അതിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 crores കൂടാൻ പാടില്ല. അപ്പം ഇതിൻ്റെ ടേൺ ഓവർ ഓൾറെഡി 2 crores കൂടി. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനി എന്ന് പറയുന്നത് സ്മോൾ കമ്പനി അല്ല. കാരണം ഇതിനെ സ്മോൾ കമ്പനിയുടെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തോളൂ, സെക്കൻഡ് കണ്ടീഷന് ഫെയിലിയർ ആയിപ്പോയി. ഇനി അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ദ ടേൺ ഓവർ ഓഫ് ദ കമ്പനീസ് ഉണ്ട്? അപ്പോൾ 1.5 കോടിയാണ് ഇതിൻ്റെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ എന്നൊക്കെ? 1.5 കോടിയാണെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇതിനെ സ്മോൾ കമ്പനി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത പോലത്തുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2, ഫ്ലോറ ഫൂണ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് പബ്ലിക് കമ്പനി. അപ്പോൾ ഇതൊരു പബ്ലിക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. there are 230 members in the company. ഇതിനകത്ത് 230 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഡയറക്ടേഴ്സ് ആൻഡ് ദ റിലേറ്റീവ്സ് 50, എംപ്ലോയീസ് 15, എക്സ് എംപ്ലോയീസ്. ഷെയർസ് വെയർ അലോട്ടഡ് വെൻ ദേ വെയർ എംപ്ലോയീസ്. അപ്പം ഇവർ എംപ്ലോയീസ് ആയിരുന്നപ്പോഴാണ് ഇവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ അവർ എംപ്ലോയീസ് അല്ല, അത് സീസായി. പിന്നെ 5 couples ഹോൾഡിംഗ് ഷെയർസ് ജോയിൻലി ഇൻ ദ നെയിം ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 5x2. അപ്പോൾ 5 പേര് 2 ഷെയർസ് ചേർന്ന് അങ്ങനെ മൊത്തം 10 ഷെയർസ് ഉണ്ട്. അതുപോലെ അതേഴ്സ് ബാക്കിയുള്ള എല്ലാം കൂടി 145. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഷെയറുണ്ട്. അപ്പോൾ മൊത്തം എത്ര? 145, 155, 165, 170, 180, 230. അപ്പോൾ 230 മെമ്പേഴ്സ് ഉണ്ട്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി പ്രപ്പോസ് ടു കൺവേർട്ട് ഇൻ ടു എ പ്രൈവറ്റ് കമ്പനി. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തോ ചെയ്തു? ഈ കമ്പനി എന്തോ ചെയ്തു? പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.
ആൾസോ അഡ്വൈസ് വെദർ റിഡക്ഷൻ ഇൻ ദ മെമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് നെസസറി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മെമ്പേഴ്സിന് റിഡക്ഷൻ വേണോ, അതിന് അഡ്വൈസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഈ 230 മെമ്പേഴ്സിന് റെഡ്യൂസ് ചെയ്യണമോ വേണ്ടിയോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പറഞ്ഞു അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 200 മെമ്പേഴ്സേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ എത്ര 230 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പരിശോധിക്കാം. നിയമം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആൻഡ് ദിയർ റിലേറ്റീവ്സ് എത്രയുണ്ട്, 50 ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പം അത് എന്തായാലും ഓഫ് കോഴ്സ് അത് മെമ്പേഴ്സാണ്, അവരെ എടുക്കണം. അപ്പോൾ 50 എടുത്തു. എംപ്ലോയീസിന് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ എംപ്ലോയീസിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ നമുക്ക് മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 15 അതിനകത്ത് നിന്ന് ഔട്ടായി. അപ്പം ഇത് നമുക്ക് 15 നമുക്ക് എന്ത് വേണ്ട. അപ്പോൾ ഈ 15 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സ് എംപ്ലോയീസ് ഷെയർസ് വേ അലോട്ടഡ് വെൻ ദേ വെയർ എംപ്ലോയീസ്. നേരത്തെ ഒരു എംപ്ലോയീസ് ആയിരുന്നു, അന്നേരം അവർക്ക് ഇഷ്യൂ ചെയ്ത അലോട്ട, ഇപ്പോൾ അവർ എംപ്ലോയീസ് അല്ല. അപ്പം അതും എടുക്കണ്ട, അതിന് നമുക്ക് മെമ്പേഴ്സായിട്ട് ഇനി നമുക്ക് കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ 5 കപ്പിൾസ് ഹോൾഡിംഗ് ഷെയർസ് ജോയിൻലി ഇൻ ദ നെയിം ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 5/2. അപ്പം 5 കപ്പിൾസ് എന്ന് പറയുന്നത് 2 ഷെയർസ് വെച്ച് അവരെന്തോ ചെയ്യുന്നത്, ജോയിൻ്റ്ലി ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം 10 ഷെയർസാണ് മൊത്തം അവരുടെ കയ്യിലുള്ളൂ. അപ്പം അവരെ 10 എണ്ണത്തില്ല, പകരം 2 എണ്ണം ജോയിൻ്റ് ആയിട്ടുള്ളവർക്ക് 1 മെമ്പർ എന്നുള്ള രീതിയിലെടുത്തിട്ട് ഏതായിട്ടും ഈ 5 മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഈ 5 ഷെയർസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ 10 നമ്മളെന്തോ ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല, പകരം 5 കൺസിഡർ ചെയ്യും. അതേഴ്സ് 145. അപ്പം അതേഴ്സ് 145, 145 മെമ്പേഴ്സ് ഉണ്ട്, അത് ഓക്കെ. അപ്പം എത്ര ഷെയറായി, 145, 150, 50, 200. സോ 200 മെമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം വന്നത്. എത്ര 200 മെമ്പേഴ്സ്. ഇപ്പം 200 മെമ്പേഴ്സാണ് നമ്മൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്തപ്പം വന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് നെസസറി എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിത് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഇല്ല, നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിന്നാൽ മതി. അവർക്ക് പബ്ലിക് കമ്പനിയിൽ നിന്നും പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ബേസിക്കലി നമ്മുടെ പ്രിലിമിനറിയിൽ ഉള്ള ചാപ്റ്ററിനകത്ത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്, മൊത്തം കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഡെഫിനിഷനിലുള്ള ഈ മാറ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫർദറിൽ അങ്ങോട്ട് പോകുമ്പം പഠിക്കുന്നതാണ്. പിന്നെ അവിടെ പഠിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇത് വായിച്ചാൽ തന്നെ അറിയാം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് മീൻസ് ചാർട്ടേഡ് അക്കൗണ്ട് ഇസ് ഡിഫൈൻഡ് ക്ലോസ് സബ്സെക്ഷൻ 2 ഓഫ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് വോർഡ് വാലിഡ് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന. അവർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ആക്ട് പ്രകാരം വന്നിട്ട് 1949 രൂപം വന്നിട്ട് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ആ ആൾക്ക് ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. ആ വാലിഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താ പറയുന്നത്, അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫോർദറിൽ ഉള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് റെഫർ ചെയ്യുന്നതാണ്. താങ്ക് യു.